എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ശ്രീകണ്ഠൻ നായർ ഷോ പവർഡ് ബൈ കൈരളി TMD. പത്രങ്ങൾ തുറക്കാൻ വയ്യ, ടെലിവിഷൻ കാണാൻ വയ്യ, ഇംഗ്ലീഷ് പത്രങ്ങൾ വായിച്ചാലും അതിനൊരു കുറവുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് പീഡനത്തെക്കുറിച്ചാണ്. പീഡന വാർത്തകൾ കൊണ്ട് കേരളം നിറയുന്നു. മറ്റു പലരും ചോദിച്ചു തുടങ്ങി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളം ഞരമ്പ് രോഗികളുടെ നാടാണോ എന്ന്. നമ്മൾ അന്വേഷിക്കുക. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ഇവരാണ്: തിരുവനന്തപുരം മാറിവാനിസ് കോളേജിലെ അധ്യാപികയും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുമായ കല ഷിബു, പിറവം മുനിസിപ്പൽ കൗൺസിലറും ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ മിഷേൽ ഷാജിയുടെ കേസന്വേഷണത്തിനായി രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ അജേഷ് മനോഹർ, കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗീതാഞ്ജലി നടരാജൻ, എറണാകുളം കൾച്ചറൽ അക്കാദമി ഫോർ പീസ് ആൻഡ് നിർഭയ ഡയറക്ടർ ബീന സെബാസ്റ്റ്യൻ, പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗവും പാലക്കാട് പീഡനത്തിനിരയായി ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ 2 പെൺകുട്ടികളുടെ കേസന്വേഷണത്തിനായി രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിന്റെ ചെയർമാൻ M. ബാലമുരളി, സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഷിജി ശിവജി, ജനസേവാ ശിശുഭവൻ ചെയർമാൻ ജോസ് മാവേലി, പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ സഹോദരി മിസ് എക്സ്, കേരള യുക്തിവാദി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം മാണി പറമ്പേട്ട്, ജനസേവാ ശിശുഭവൻ ജീവനക്കാരി ഉഷ വിജി, സൈബർ സൈക്കോളജിസ്റ്റും ഇന്റർനാഷണൽ മോട്ടിവേഷണൽ സ്പീക്കറുമായ സെബിനെസ് കൊട്ടാരം, ചൈൽഡ് ലൈൻ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ നിരീഷ് ആന്റണി, ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ക്ഷേമ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ നൌഷാദ് തെക്കയിൽ, അധ്യാപികയും കവയിത്രിയുമായ രവിത ഹരിദാസ്, ഫിനിക്സ് വിദ്യാഭ്യാസ മാഗസിന്റെ മാനേജിംഗ് എഡിറ്റർ രമേശ് രാമചന്ദ്രൻ, ആന്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈജൻ ജോസഫ്, സാധുജന പരിപാലന സംഘം സംസ്ഥാന വക്താവ് R. പ്രവീൺകുമാർ, അധ്യാപികയും സാമൂഹ്യ പ്രവർത്തകയുമായ MS ഗീതാകുമാരി. മോളോട് ഞാൻ പേര് ചോദിക്കുന്നില്ല, മോളുടെ സഹോദരിയുടെ പേര് ഞാൻ ചോദിക്കുന്നില്ല. അതെല്ലാം നമ്മൾ തൽക്കാലം പ്രേക്ഷകരിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു. അത് എന്തുകൊണ്ടാണ് മറച്ചു വയ്ക്കുന്നതെന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം. എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത് മോളെ സഹോദരിക്ക്? പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ചേച്ചി. അപ്പോൾ അവിടെ വെച്ച് കുറേ വർഷങ്ങളായി ജനസേവയിൽ ഞങ്ങളെ കൊണ്ടുവന്നാക്കിയപ്പം ഞങ്ങളെ കുറേ വർഷമായിട്ട് കാണാനൊന്നും വരത്തില്ലായിരുന്നു. പിന്നെ കുറേ വർഷം കഴിഞ്ഞ് പഠിക്കുന്ന സ്ഥലത്ത് വെച്ച് അമ്മ ചേച്ചീനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി പറഞ്ഞു, എനിക്ക് വരണ്ട, എനിക്ക് ജനസേവയിൽ നിന്ന് പഠിച്ചാൽ മതി, എനിക്കിവിടെ നല്ലൊരു ജീവിതം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു, അമ്മ അവിടെ കിടന്ന് വാശി പിടിച്ചു, എൻ്റെ മോളെ കിട്ടിയില്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ തല വെച്ച് ചാവൂന്ന്. അപ്പം ആ ഭീഷണി മുഴക്കി CWCക്കാരെ എൻ്റെ ചേച്ചീനെ പറഞ്ഞയച്ചു. CWCക്കാരെ അന്വേഷിച്ചില്ല, അമ്മ നല്ല രീതിയിലാണോ ജീവിക്കുന്നത്, നല്ല വീടൊക്കെ ഉണ്ടോ, നല്ല പ്രവൃത്തിയുള്ള ആളാണോ എന്നൊക്കെ അന്വേഷിച്ചില്ല. അതന്വേഷിക്കാത്തത് മൂലമാണ് എൻ്റെ ചേച്ചിക്ക് ഈ ഒരു അവസ്ഥ വന്നത്. എന്നിട്ട് ആ വീട്ടിൽ കൊണ്ടുപോയി ജോലിക്കൊന്നും വിടില്ലായിരുന്നു, ഭയങ്കര ഉപദ്രവമൊക്കെയായിരുന്നു എൻ്റെ ചേച്ചീനെ. പിന്നെ അമ്മയുടെ കാമുകനായിട്ട് എപ്പോഴും ചേച്ചീനെ അടുപ്പിക്കുമായിരുന്നു. ചേച്ചി അതിൽ നിന്ന് എപ്പോഴും പിന്മാറി പോകുമ്പോൾ അമ്മ തന്നെ ചേച്ചീനെ അവരിലേക്ക് അടുപ്പിക്കും. പിന്നെ ചേച്ചീനെ കുറേ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. വീട്ടിലെല്ലാ ജോലിയും ചെയ്യുന്നത് ചേച്ചിയായിരുന്നു. അമ്മയ്ക്കിപ്പോൾ ഒരു കൊച്ചുണ്ട്, ആ കൊച്ചിനെ ചേച്ചി തന്നെയാണ് നോക്കി വളർത്തിയത്. ഇപ്പോൾ അവൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾ 3ാം ക്ലാസ് വരെ പഠിക്കുന്നത് എൻ്റെ ചേച്ചിയാണ് നോക്കിയിരുന്നത് അവളെ. പിന്നെ ചേച്ചീനെ എന്നിട്ട് ഇപ്പോഴുള്ള കാമുകൻ പീഡിപ്പിക്കുകയൊക്കെ ചെയ്തു. അതാണ് ഉണ്ടായത്. മര്യാദയ്ക്ക് ജനസേവയിൽ നിന്നതാണ് എൻ്റെ ചേച്ചി. എന്നിട്ട് ജോസങ്ങളും ജനസേവയിലെ ആൾക്കാരൊക്കെ കൂടിയാണ് രക്ഷിച്ചത്. ഇവരില്ലായിരുന്നെങ്കിൽ എൻ്റെ ചേച്ചിക്ക് ജീവിതം കിട്ടത്തില്ലായിരുന്നു, എപ്പോഴും മരിച്ചു. ഓക്കെ മോളെ, നമ്മുടെ കേരളത്തിലിപ്പോൾ കഴിഞ്ഞൊരു എനിക്കൊന്നൊരു 6 മാസമായിട്ടാണ് ഇത്രയും ഏണ്ടല്ലേ ഡാം പൊട്ടി വരുന്ന ഒരു വേഗത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. മാത്രമല്ല ഈ കേരളത്തിൻ്റെ ഒരു സൽപ്പേരിന് തന്നെ ഇത് കളങ്കം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള വാർത്തകൾ വന്നു തുടങ്ങി. അപ്പോൾ കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്ന ടൂറിസ്റ്റുകൾക്കും ഒക്കെ തന്നെ കേരളം ഒരു പേടിയായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ താങ്കളുടെ ഒരു ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? പീഡനം വർദ്ധിക്കുന്നു എന്നാണ് നമ്മുടെ റിപ്പോർട്ട്. അത് പീഡനം ഇപ്പോൾ കൂടുതൽ പുറത്തു വരുന്നുണ്ട്. മീഡിയ നേരത്തെ ഉണ്ട്, അതിപ്പം കൂടുതൽ പുറത്തു വരുന്നു. എന്തുകൊണ്ട് പീഡനങ്ങൾ വർദ്ധിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള ഫ്രസ്ട്രേഷൻ മാത്രമല്ല, അതിനേക്കാളും ഡ്രഗ്സിന്റെ ഉപയോഗം കേരളത്തിൽ വ്യാപകമാണ്. നമ്മൾ എല്ലാ ചർച്ചയിലും സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ്, ഇവിടെ സെക്സ് ടൂറിസം വരണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഞാൻ കുട്ടികളുടെ ഇടയ്ക്കാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്, പിന്നെ ഫാമിലി കൗൺസിലിങ്ങും. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, പണ്ട് മദ്യം, കഞ്ചാവ്, അതിനേക്കാളും ഒക്കെ അങ്ങ് എക്സ്ട്രീം ആപത്ത് ഉള്ള ഒരുപാട് ഡ്രഗ്സ് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ ശിക്ഷാ നടപടികൾ. ഞാൻ 2012 എടുത്തൊരു കേസുണ്ട്. ഒരു കുട്ടിയെ
അബ്യൂസ് ചെയ്ത ഒരു കേസ്, അമ്മയുടെ കാമുകനാണ് അബ്യൂസ് ചെയ്തത്. ആ കേസിൽ ഞാനായിരുന്നു സാക്ഷി. ആ കേസ് 2012 എടുത്ത കേസ് ഇപ്പം 2017 വിളിച്ചത്. അന്ന് ആ കുട്ടി മൈനറായിരുന്നു. ഇപ്പോൾ 2017 വിളിച്ചപ്പോൾ അത് കല്യാണം കഴിച്ചു. അപ്പോൾ അതിൻ്റെ തലേന്ന് എൻ്റെ അടുത്ത് വിളിച്ച് പറയാണ്, കല്യാണം കഴിഞ്ഞു, ഇനി എനിക്ക് ആ കേസ് വേണ്ട, എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. മൊത്തം ജീവിത സാഹചര്യം മാറി. അവിടെ വാദിയും പ്രതിയും ഒന്നായി. സാക്ഷി ഞാനാണ്. പിന്നെ നമ്മുടെ ശിക്ഷാ നടപടികൾ, പോലീസ് ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പോൾ ഏതൊരു കേസ് എടുത്താലും സമയത്ത് പോലീസ് പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ അല്ല നടത്തുന്നത്. എല്ലാ ഇതും മാറ്റി ആ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ ലൂപ്പ് ഹോൾസും ഇട്ടതിന് ശേഷമാണ് അവർ ഒരു കേസിൻ്റെ പ്രൊസീജിയർ കൊണ്ടുവന്നത്. അപ്പോഴത്തേക്ക് കേസ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പ്രതിക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അവിടെ എത്തിക്കഴിഞ്ഞു. കുറേ ആൾക്കാരുടെ കേസ് നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് ആൾക്കാരെ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഈ വാർത്താ മാധ്യമങ്ങൾ കാണുന്ന ഒരു സാധാരണക്കാരന് തോന്നുന്നത് ഒരുപാട് അതിക്രമങ്ങളും പീഡനങ്ങളും പെരുകി വരുന്നു എന്നേ തോന്നുന്നു. നേരത്തെ തന്നെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും കൂടുതലുണ്ടായിരുന്നു. ഇത്രയുമില്ല, ഇത്രയും കൂടുതൽ വന്നത് പല കാരണങ്ങളുണ്ട്. ഡ്രഗ്സും മാഫിയാസ് ഇപ്പോൾ കൂടുതലായിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ ശാക്തീകരണ പരിപാടികൾ കൊടുത്തുകൊണ്ട് പല കേസുകളും ഇത് പുറത്തോട്ട് വരുന്നു. ചൈൽഡ് ലൈൻ പോലെയുള്ള മറ്റ് സംഘടനകൾ, സംവിധാനങ്ങൾ ഇത് കൂടുതലായിട്ട് പുറത്തോട്ട് കൊണ്ടുവരുന്നു. തീർച്ചയായിട്ടും. പിന്നെ ധാരാളമായിട്ടുള്ള ഈ ഡ്രഗ്സ്, കഞ്ചാവ് മാഫിയകൾ വരുന്നതിനോടൊപ്പം തന്നെ ഇപ്പം ഒരു ലൈംഗിക മാഫിയകൾ തന്നെ, ടെററിസം തന്നെയാണ് ഇന്ന് സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വാചകത്തിൽ കുറച്ചുകൂടെ വിശദമായി പറഞ്ഞാൽ, ലൈംഗിക ടെററിസം എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും, നമ്മൾ പണ്ട് റിലീജിയസ് ടെററിസം എന്നെല്ലാം പറയുന്നത് പോലെ തന്നെ ലൈംഗിക രാക്ഷസന്മാരിന്ന് സമൂഹത്തിൽ ഇങ്ങനെ വിളയാടി നടക്കുകയാണ്. ഇരകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് പകരം ഇതുപോലെയുള്ള പെർപെട്രേറ്റേഴ്സിന്, പീഡകർക്ക് സംരക്ഷണം നൽകുന്ന ഒരു സമൂഹമാണിന്ന് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത്. ഉദാഹരണങ്ങൾ നമ്മൾ ഗോവിന്ദസ്വാമി മുതലെടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്, ഇരകൾ ഇന്ന് വളരെ സംരക്ഷിതരായി അവർക്ക് വേണ്ട തൊഴിലുകളെല്ലാം കൊടുത്ത്, പോക്കറ്റ് മണിയും കൊടുത്ത്, ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് അവരിന്ന് വളരെ സുരക്ഷിതമായിട്ടാണ്. എന്നാൽ വികൃതരായ, സ്വന്തം പോലും ആത്മാഭിമാനം നഷ്ടപ്പെട്ട, ചെളിയാണ് എൻ്റെ ശരീരം മുഴുവനും എന്ന് വിശ്വസിക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടം പെൺകുട്ടികൾ എവിടെയോ മൂലയിൽ ഒളിഞ്ഞിരിക്കുകയാണിപ്പോൾ. അവരുടെ മുഖം പോലും അവർക്ക് കാണിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അവർക്ക് സംരക്ഷണം നൽകുന്നതിനുള്ള എന്ത് സംവിധാനമാണ് ഇന്ന് നമുക്ക് സമൂഹത്തിലുള്ളത്? ഈ വാർത്താ മാധ്യമങ്ങൾ ഇതുകൊണ്ട് കുത്തി നിറക്കുകയാണോ, അതോ എന്താ താങ്കളുടെ നിരീക്ഷണം അങ്ങനെ ഈ കാര്യത്തിൽ? അതോ ഇത് എണ്ണം കൂടുന്നുണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും എണ്ണം കൂടുന്നുണ്ട്. ഇതിനുള്ള ഒരു അവയർനെസ് കൂടുതലുള്ളത് കൊണ്ട് ആൾക്കാർ പുറത്ത് വന്ന് പറയുന്നു. പ്ലസ് മാധ്യമങ്ങളും ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. ഇതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് കൂടുതൽ കാണാനൊക്കെ ആൾക്കാർക്ക് ത്വരയുണ്ടാവാൻ സാധ്യതയുണ്ട്. തീർച്ചയായും ഒരു അറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് അറ്റൻഷനായി മാറുന്നു. അറ്റൻഷൻ എന്നും റീഇൻഫോഴ്സിംഗ് ആണ്. ഒരു കൂടുതൽ ഒരു വിഷയത്തിന് അറ്റൻഷൻ ഏത് രീതിയിൽ കിട്ടുവാണെങ്കിലും ആ ഒരു ബിഹേവിയർ കൂടുതൽ ശക്തമാകാനും കൂടുതൽ എണ്ണത്തിലും തീവ്രതയിലും കൂടാൻ സാധ്യതയാണ്. ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം എങ്ങനെയുണ്ട്? ഇപ്പോൾ മിഷേൽ ഷാജിയെ പറ്റി പറയുമ്പോൾ തന്നെ ആ കുട്ടി ഈ പറയുന്ന ഏറ്റവും നല്ല പൊട്ടൻഷ്യലുള്ള കുട്ടിയായിരുന്നു. അതായത് ആ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ കുട്ടിയായിരുന്നു 2 വർഷം ലീഡർ. പക്ഷേ ആ കുട്ടിക്ക് പോലും, ആ കുട്ടിക്കെതിരെ ഒരു ചെറുപ്പക്കാരൻ ശല്യം ചെയ്തപ്പോൾ പോലും പോലീസിൽ പരാതിപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യപ്പെടുന്നത്. കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം, അല്ലെങ്കിൽ ശാക്തീകരണം വേണമെന്ന് പറയുമ്പോൾ പോലും ഈ കുട്ടി എല്ലാം ഏബിളാണ് എന്ന് പറഞ്ഞ കുട്ടിക്കാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനുശേഷം, സംഭവം ഉണ്ടായതിനു ശേഷം ഈ പോലീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറയുമ്പോൾ ആ രക്ഷകർത്താക്കൾ പോലീസിൽ പരാതിപ്പെടാൻ ചെല്ലുമ്പോൾ 3 പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു. അത് ദാരുണമായ ഒരു സംഭവമാണ്. കാരണം കുറ്റം ചെയ്യപ്പെടുന്ന സ്ഥലം അത് ഏത് സർക്കിളാണെന്ന് നോക്കി ആ സർക്കിൾ കണ്ടുപിടിച്ചിട്ട് പോയി ഒരു വിക്ടിയുമായ ആളുടെ രക്ഷകർത്താക്കൾ പരാതി പറയാൻ പോകുന്നത് നാണം കെട്ട ഒരു കേരളീയ സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അല്ല, അതിന് നിയമപരമായൊരു വശമില്ലേ? ഒരു രക്ഷകർത്താവോ അല്ലെങ്കിൽ വിക്ടിയുമായ ഒരാൾ എൻ്റെ കുട്ടിയെ കണ്ടില്ല എന്ന് പറഞ്ഞൊരു പരാതിയുമായി ചെന്നാൽ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിൽ ആ ആളുടെ മൊഴിയെടുക്കണം. ആ മൊഴിയെടുത്ത് അത് ഏത് സർക്കിളാണ് സംഭവിച്ചത് അങ്ങോട്ട് FIR ഫോർവേഡ് ചെയ്യാനുള്ള നമ്മുടെ നിയമം മാറ്റിയെഴുതണം. നിലവിലെ നിയമത്തിൽ അത് സാധിക്കില്ല. അത് വലിയ ഒരു അപാകതയായി നിലനിൽക്കുകയാണ്. പിന്നെ പീഡനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ കുട്ടികൾക്കെതിരെയുള്ള പീഡനത്തിന് പുരുഷന്മാരുടെ മേധാവിത്വം അതൊരു സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. അതായത് ഒരു പുരുഷന് സ്വന്തം പ്രായമുള്ള അല്ലെങ്കിൽ സമം ഏജുള്ള ഒരു സ്ത്രീക്കെതിരെ തൻ്റെ
എന്തെങ്കിലും ഇംഗിതം അടിച്ചേൽപ്പിക്കാൻ കഴിയാതെ ഇരിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ അവന് പേടിയാണ്. പക്ഷേ അവൻ്റെ ഇംഗിതത്തിലേക്ക് വരുത്തണമെങ്കിൽ അവന് പ്രായം കുറഞ്ഞ അവൻ്റെ ശേഷി ശരിക്കും പ്രയോഗിക്കപ്പെടാൻ കഴിയുന്ന ആളുകളുടെ ഇടയ്ക്ക് വരുമ്പോഴാണ് കുട്ടികളുടെ ഇടയിലേക്ക് പീഡനം വരുന്നത്. ഒരിക്കലും കുട്ടിയുടെ സൗന്ദര്യം കണ്ടിട്ടാണ് പീഡിപ്പിക്കപ്പെടുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയൂ. അങ്ങനെ ഒരു മനോരോഗമുണ്ട് ഇങ്ങനെ. എന്നുവെച്ചാൽ തൻ്റെ പ്രായത്തിലുള്ള ആളെ പീഡിപ്പിക്കാനുള്ള ശേഷി തനിക്കുണ്ടോ എന്നുള്ള ഉള്ളിലുള്ളൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഫ്രസ്ട്രേഷനാണ് ശരിക്കും ചെറിയ കുട്ടികളോട് പീഡിപ്പിക്കാനുള്ള ഒരു മനോഗതിയിലേക്ക് ചില ആളുകൾ പോകുന്നത്. രമേശ് പറയും. ഈ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ലേ ഈ പീഡനങ്ങളുടെയൊക്കെ തുടക്കം? മിഷേൽ അതിമിടുക്കിയായ ഒരു കുട്ടിയാണെന്ന് പറയുന്നു. മിഷേലിൻ്റെ മാതാപിതാക്കൾക്ക് മിഷേലിനുണ്ടായ ഒരു മാനസിക സംഘർഷം തിരിച്ചറിയാൻ പറ്റാത്തതല്ലേ മിഷേലിൻ്റെ മരണത്തിന് യഥാർത്ഥ കാരണം? കാരണം ഏത് പീഡനങ്ങൾ എടുത്തു വെച്ച് പരിശോധിച്ച് നോക്കിയാലും ശരി, രക്ഷിതാക്കൾ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ടാണ് ഈ പീഡനങ്ങളുടെ എല്ലാം തുടക്കം തുടങ്ങുന്നത്. ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൗമ്യയുടെ കേസിലും ജിഷയുടെ കേസിലും നമുക്കത് ഒഴിവാക്കാം. കാരണം സൗമ്യയുടെ കേസ് സംഭവിച്ചതെന്ന് പറയുന്നത് കേരളത്തിലെ ഈ എയർപോർട്ട് അതോറിറ്റികളിൽ കൊടുക്കുന്ന സെക്യൂരിറ്റിയുടെ ഒരു പകുതിയെങ്കിലും നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ സൗമ്യ മരണപ്പെട്ടില്ലായിരുന്നു. ജിഷയുടെ കേസ് അറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാന തൊഴിലാളികൾ പാർക്കുന്നത് പെരുമ്പാവൂരായിരുന്നു. ഇവിടുത്തെ സംസ്ഥാന പോലീസും ഇൻ്റലിജൻസും അതുപോലെ തന്നെ മറ്റ് അന്വേഷണ ഏജൻസികൾ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ലേബർ കമ്മീഷൻ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവിടെ നടക്കുന്ന ആ പീഡനങ്ങൾക്ക് ഒരു പരിധിവരെ കണ്ടെത്താൻ കഴിയും. പക്ഷേ മിഷേലിൻ്റെ കേസ് അതല്ലാണ്. മിഷേലിൻ്റെ മാത്രമല്ല, മിക്ക പീഡനങ്ങൾക്ക് ഇപ്പോൾ തുടക്കത്തിൻ്റെ കാരണം രക്ഷിതാക്കളുടെ ഒളിച്ചോട്ടമാണ്. തങ്ങളുടെ മക്കൾ എങ്ങോട്ട് പോകുന്നു, എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, അവർക്ക് ലൈംഗിക വൈകൃതം വല്ലതും ഉണ്ടോ, ഇതൊക്കെ അന്വേഷിക്കാതെ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ഒരു സർക്കാരോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോ ഏറ്റെടുക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണെന്ന് മനസ്സിലാകുന്നില്ല. അല്ല, നമ്മുടെ ഏതെങ്കിലും കുട്ടി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ രക്ഷകർത്താവ് ചോദിക്കുകയോ എന്തെങ്കിലും അല്ല ഉണ്ടോ? തീർച്ചയായിട്ടും 15 കൊല്ലം മുമ്പ് കൃത്യമായിട്ട് അത് നടന്നിരുന്നു. ഇപ്പോൾ അത് നടക്കുന്നില്ല. കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് അഴിച്ചുവിടുകയാണ്. 3 കുട്ടികളുള്ള ഒരു വീട്ടിലാണെങ്കിൽ സംഭവിക്കത്തില്ല. കാരണം മൂത്ത ഒരു കുട്ടി കുറ്റം കഴിച്ചാൽ ഒന്നെങ്കിൽ നടുവിലത്തെ കുട്ടിയോ അല്ലെങ്കിൽ അതിന് താഴത്തെ കുട്ടിയോ ആ വിവരം രക്ഷിതാക്കളെ അറിയിക്കും. ഏക കുട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ ആരോടത് പറയും? അത് സ്കൂളിൽ പോകുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു. അതിന്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാവുന്നില്ല. അത്തരത്തിൽ രക്ഷിതാക്കൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മിഷേൽ ഷാജിയുടെ കാര്യം തന്നെ പറഞ്ഞു, നല്ല മിടുക്കിയായ കുട്ടിയാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു IQ, ബുദ്ധിയുടെ ഒരു ഇതാ. മറ്റേ നമ്മളുടെ ഇങ്ങനെ പറ്റുന്ന കാര്യങ്ങൾ EQ, വൈകാരികമായ ഒരു തലമാണ്. അത് കേരളത്തെ നടക്കിയ പല കേസുകളും എടുത്താൽ ഇര മാത്രമല്ല, പ്രധാനപ്പെട്ട പ്രതികളിൽ പലരും വളരെയധികം ബുദ്ധി സാമർഥ്യം ഉള്ളവരും എന്നാൽ EQ ലെവൽ ഒരുപാട് കുറഞ്ഞവരുമാണ്. നമ്മൾ പേരൻസിന്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഞങ്ങളെപ്പോലുള്ള സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് IQ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരും കുട്ടിയെ. പക്ഷേ EQ, ഇമോഷണൽ ബാലൻസിങ്, എത്ര ഉയർന്ന നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിലും വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടല്ല. അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ ഒരു സഹോദരിയുടെ നഗ്ന ചിത്രങ്ങൾ എടുത്ത് പോസ്റ്റ് ചെയ്ത ഒരു പയ്യൻ്റെ കഥ നാട്ടിൽ പ്രചരിച്ചു. അപ്പോൾ സമൂഹത്തിൽ ഇതൊരു ഒരു സെക്സ് ഓബ്ജക്റ്റ് മാത്രമായിട്ട് സ്വന്തം സഹോദരി കാണാൻ പറ്റുന്ന തലത്തിലേക്കുള്ള ബന്ധങ്ങൾ വളരുകയാണ് കേരളത്തിൽ. ഇപ്പം വിദേശ രാജ്യങ്ങളിലോ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ അവർ വരും ഇൻഡിവിജ്വലായിട്ട് ആൾക്കാരെ കാണും. എന്നാൽ നമ്മുടെ സഹോദരി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂരയ്ക്കുള്ളിൽ നമ്മുടെ സഹോദരൻ്റെ ഏറ്റവും വലിയ സംരക്ഷണത്തിൽ കഴിയുന്നവളാണ് സഹോദരി എന്ന് വിശ്വസിച്ച ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെയൊക്കെ യഥാർത്ഥത്തിൽ വീട്ടിനുള്ളിൽ തന്നെ ബന്ധുജനങ്ങളുടെ മുന്നിൽ ആക്രമിക്കപ്പെടുന്ന പെൺകുട്ടികളുടെ ചിത്രമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുറത്ത് മാത്രമേ പോലീസിനും പട്ടാളത്തിനും ക്യാമറയ്ക്കും ഒക്കെ നിരീക്ഷിക്കാൻ പറ്റൂ. പക്ഷേ വീടിനകത്ത് തന്നെ അവൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് വന്നാൽ എന്താ ചെയ്യുക എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതാ പറഞ്ഞ സർ, അത് അവർക്ക് പറയാൻ പ്രതികരിക്കാനുള്ള പ്രാപ്തി പെൺകുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ ഇപ്പോഴും അതൊക്കെ അത്ര എളുപ്പമാണോ എന്ന് ഞാൻ ചോദിക്കും. ഇന്നും വീടുകളിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ആൺകുട്ടി സ്കൂളിലൊക്കെ ഉള്ള കുട്ടികൾ കരഞ്ഞുകൊണ്ട് പറയുന്നത് പൊരിച്ചമീൻ്റെ കഥയൊക്കെയാ. എൻ്റെ വീട്ടിൽ പൊരിച്ചമീൻ ഉണ്ടാക്കിയ എനിക്ക് തരത്തില്ല, ചേട്ടനാ കൊടുക്കുന്നത്. ഇപ്പോഴും അതുണ്ട്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആ തരത്തില് പെൺകുട്ടികളെ ഇപ്പോഴും മാറ്റി വെക്കുന്ന ഒരു പ്രവണതയുണ്ട്. നീ പെണ്ണാണ്, സ്കൂളുകളിലില്ലേ, കോളേജിലില്ലേ, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒരേപോലെ വളർത്തണം, എന്നാൽ പരസ്പരം ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാം ഒരു പെണ്ണിനെ എങ്ങനെ കാണണമെന്ന് മകനോട് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലേ? അമ്മയാണ് നല്ല കൗൺസിലർ മകന്റെ. ഒരു സമൂഹത്തിലെ സ്ത്രീയോട് എങ്ങനെ പെരുമാറണമെന്ന് കുടുംബത്തിലെ അമ്മയാണ് മകന് പറഞ്ഞു കൊടുക്കേണ്ടത്. എനിക്ക് അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഏറ്റവും അധികം ഈ പറയുന്ന ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, റേപ്പുകൾ കൂടുന്നുണ്ട്. പക്ഷെ ഇത് ഏതാണ്ട് ഒരു 90% ഇത് പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് പല കാരണങ്ങൾ കൊണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ ഒരു സാഹചര്യങ്ങളും സാധ്യതകളും മാറിയതാണ്.
ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ ഒരു ഉപയോഗം വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജിയോ പോലുള്ള ഫുൾ ടൈം ഫ്രീ ആയിട്ട് വന്ന സമയത്ത് മുഴുവൻ സമയം ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ യൂട്യൂബിലും മറ്റുമൊക്കെ ആയിട്ട് വളരെ അശ്ലീലകരമായിട്ടുള്ള ചിത്രങ്ങളും വീഡിയോകളും കാണുന്നുണ്ട്. ഇതൊരു വെർച്വൽ ട്രെയിനിങ് ആണ് ഇവർക്ക് കൊടുക്കുന്നത്. ഇന്ന് കേരളത്തിൽ മുൻകാലഘട്ടങ്ങളിൽ വീഡിയോ ഗെയിംസ് വളരെ വ്യാപകമായിട്ടുള്ള കുട്ടികളൊക്കെ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ ചേസിങ്ങോ അല്ലെങ്കിൽ അതുപോലുള്ളതായിരുന്നു. ഇന്നത് മാറിയിട്ട് ചെറിയ പ്രായത്തിൽ സാധാരണ വീഡിയോ ഗെയിമിൽ തുടങ്ങി ഇന്ന് റേപ്പ് ഗെയിമുകൾ വരെ കേരളത്തിലുണ്ട്. എങ്ങനെ റേപ്പ് ചെയ്യാം അത് പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം ഗെയിമുകൾ കളിക്കുന്ന കുട്ടികളാണ് അവരുടെ സ്വന്തം ജീവിതത്തിൽ അത് പകർത്താനും പ്രാവർത്തികമാക്കാനും ശ്രമിക്കുന്നു. ഇന്ന് പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾ പോലും രാത്രി 12 മണി വരെ ഇരുന്ന് ഈ ഗെയിമിന് അഡിക്റ്റ് ആകുന്ന സവിശേഷതകളുണ്ട്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേന് അടുത്ത കാലത്ത് കൊട്ടാരക്കരയിൽ നടന്ന സംഭവം, സ്വന്തം അമ്മയെ മാനഭംഗപ്പെടുത്തിയത്, അമ്മയെ മയക്കി കിടത്തിയ ഒരു 14 വയസ്സുകാരനാണ്. അടുത്ത കാലത്ത് ഇടുക്കിയിൽ നടന്നത് 14 വയസ്സുള്ള ഒരു പയ്യനാണ് ഗർഭിണിയായിട്ടുള്ള 24 വയസ്സുകാരിയെ റേപ്പ് ചെയ്തത്. ചെറിയ കുട്ടികളെന്ന് നമ്മൾ വിളിക്കുന്നവർ പോലും വളരെ വലിയ തരത്തിൽ വളരെ വലിയ ക്രിമിനലുകളായി മാറുന്ന ഒരു കാര്യം. ഇവിടെയാണ് കല പറഞ്ഞൊരു കാര്യം. ഞാൻ ഈ അടുത്തിടെ ഈ പൾസർ സുനിയെ കോടതിക്കകത്ത് കയറി പിടിച്ച പോലീസ് ഓഫീസറോട് കൊച്ചിയിൽ നടന്നൊരു പ്രത്യേക കേസിനെ കുറിച്ച് ചോദിച്ചറിയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഇത്രയും പ്രായം മാത്രമുള്ള ഒരാളിന് ഇങ്ങനെ ഒരു വൃത്തികെട്ട കർമ്മം ചെയ്യാൻ അവൻ്റെ മനസ്സെങ്ങനെ അനുവദിക്കുന്നു എന്ന് ഞാനൊരു സംശയം ഒരു സാധാരണക്കാരനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതവൻ സ്വഭാവത്തിലല്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞത്. കാരണം അവന് ഉള്ളിൽ ഇഷ്ടം പോലെ ലഹരി അവൻ അടിച്ച് കയറ്റിയിട്ടുണ്ടെന്ന്. അതായത് ഈ കൊച്ചിയിലും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ വളർന്നിരുന്ന ഈ കൊട്ടേഷൻ സംഘത്തിൽ ഈ ആളുകളെ വെട്ടിക്കൊല്ലുമായിരുന്ന ഒരാളോട് ഒരിക്കൽ ഞാൻ സംസാരിച്ചപ്പോൾ അയാളോട് ഞാൻ ചോദിച്ചു, അതായത് ഈ പച്ചമാംസം ഇങ്ങനെ വെട്ടിക്കീറാൻ തനിക്ക് എങ്ങനെയാണ് ധൈര്യം കിട്ടുക എന്നൊരു പരിപാടിയിൽ ചോദിച്ചപ്പോൾ അയാൾ എന്നോട് മറുപടി പറഞ്ഞത്, സാർ ഞാൻ സ്വഭാവത്തിൽ ഒരാളെയും കൊന്നിട്ടില്ല എന്നാണ് പറഞ്ഞു. കാരണം ഈ ചരസും കഞ്ചാവും കൊച്ചി പോലെയുള്ള അല്ലെങ്കിൽ കോഴിക്കോട് പോലെയുള്ള നഗരങ്ങളിലും പല സ്ഥലങ്ങളിലും ആൾക്കാർ ഉപയോഗിക്കുന്നു എന്നതും ഇത് കൂടാനൊരു കാരണമാകുന്നു. അതെ, ഇന്നിപ്പോൾ സ്കൂളുകളുടെ സമീപത്ത് പോലും ചെറിയ മാടക്കടകളിൽ പോലും ഈ പറയുന്ന കഞ്ചാവും മറ്റും വളരെ സുലഭമാണ്. കേരളത്തിലെ ചെറിയ ഗ്രാമങ്ങളിൽ പോലും ഇപ്പോൾ ചെറിയ കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കൗമാരക്കാരായ കുട്ടികൾ പോലും ഇതിന് അഡിക്റ്റായി മാറുന്നു വലിയ രീതിയിൽ. പക്ഷേ അതിനെതിരെ ശക്തമായിട്ടുള്ള നീക്കങ്ങളൊന്നും നടക്കുന്നില്ല. അതിൻ്റെ ലിങ്ക് തേടി പോയി കഴിഞ്ഞാൽ നടപടി എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു സാമൂഹിക ഇടപെടൽ അടിയന്തരമായിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം കുറച്ച് ആൾക്കാർ ചുംബന സമരം ഒന്ന് കൊച്ചിയിലിറങ്ങി, മറ്റ് നമ്മുടെ മറൈൻ ഡ്രൈവിൽ പ്രശ്നം നടക്കുന്നു പോയി. യഥാർത്ഥത്തിൽ കുറച്ച് നിരീക്ഷണ ക്യാമറകൾ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ അതൊക്കെ ഉള്ളത്. പക്ഷേ അതൊന്നുമല്ല കേരളത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി നേരങ്ങളിൽ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത കാലാവസ്ഥ നമ്മുടെ പല നഗരങ്ങളിലും ഉണ്ടാകുന്നു. പണ്ടൊക്കെ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലേക്ക് ഒരുവന് അനാവശ്യമായി ഇറങ്ങി നടന്നാൽ ചോദിക്കാൻ 100 ആളുണ്ടാവും എന്താ എങ്ങോട്ട് പോകാമെന്നുള്ളത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആൾക്കാർ നമ്മളെ ഒന്നാമത് ഒരു സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ 10-60 ലക്ഷം ആൾക്കാർ സംസ്ഥാനത്തിൻ്റെ പുറത്തുനിന്ന് വന്നിറങ്ങിയുകൊണ്ട് ഇയാൾ ഇവിടുത്തുകാരനാണോ ഇയാൾ ഏത് നാട്ടുകാരനാണോ എന്ന് മനസ്സിലാക്കാനുള്ള അവസ്ഥ കേരളത്തിലില്ല. ചിലപ്പോൾ കള്ള പാസ്പോർട്ടുമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് കിഴക്കൻ ബംഗാൾ, ഈസ്റ്റ് ബംഗാൾ വഴി ഇങ്ങോട്ട് കയറിപ്പോരുന്നു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ വനിതാ കമ്മീഷനൊക്കെ ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ പെൺകുട്ടികൾക്ക് മാനമര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരില്ലേ? തീർച്ചയായിട്ടും വനിതാ കമ്മീഷൻ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ പുറത്തുനിന്നുള്ള ആളുകളുടെ ബയോഡാറ്റാസ് അവരുടെ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതാണ്. കാരണം ഇപ്പോൾ അത് കുറേ കൂടി വരികയാണ്, അവരുടെ പെർസെൻറ്റേജ് കൂടി വരികയാണ്. പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ കുടുംബാന്തരീക്ഷം ഇപ്പോൾ പണ്ടത്തെ ഇഴയടുപ്പം ഇപ്പോൾ ഇല്ല. കുടുംബങ്ങൾ തമ്മിൽ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ഇഴയടുപ്പം കുറഞ്ഞു വരികയാണ്. അവർ തമ്മിൽ ഊഷ്മളമായ ബന്ധം കുറഞ്ഞു വരികയാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം തന്നെ ഇൻ്റർനെറ്റിൻ്റെ ദുരുപയോഗം, അതായത് സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് നമ്മുടെ സമൂഹത്തിൽ നെഗറ്റീവായൊരു ഇമ്പാക്റ്റാണ് കൂടുതൽ നൽകുന്നത്. അതിന് ഒരുപാട് നല്ല സൈഡുണ്ട്, പോസിറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് കൂടുതലുള്ളത്. മൂന്നാമതുള്ളത് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വളരെ രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. അതൊരു വലിയ ഇതിനകത്തൊരു ഘടകമാണ്. നാലാമതുള്ളത് ഇന്ദ്രിയ സുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോഴുള്ളത്. അതായത് നമ്മുടെ ഭൗതികമായ സുഖങ്ങൾക്ക്, നൈമിഷികമാണെങ്കിൽ ആ സുഖങ്ങൾക്ക് പുറകെ പോകാനാണ് വളർന്നു വരുന്ന തലമുറക്ക് കൂടുതൽ താല്പര്യം. അതിന് കൂടുതൽ അവർ ലൈഫ് ആഘോഷമാക്കണം, ലൈഫ് ഒന്നേ ഉള്ളൂ, അത് ആഘോഷമാക്കണം. അപ്പോൾ ഇന്ദ്രിയം കൊണ്ടുണ്ടാകുന്ന സുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഭൗതിക സുഖങ്ങൾക്ക് പുറകെ പായാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് യഥാർത്ഥത്തിൽ വനിതാ കമ്മീഷൻ എന്തിനെന്ന് ആൾക്കാർ ചോദിച്ചതിനൊരു മറുപടി നൽകാൻ പറ്റുന്ന സമയം വന്നണഞ്ഞു. തീർച്ചയായിട്ടും ഇവിടെ വനിതാ കമ്മീഷൻ എങ്ങനെ ഉണരുന്നു എന്നുള്ളതാണ് കാര്യം. ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ FIR രജിസ്റ്റർ ചെയ്യാൻ വൈകുന്നിടങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് തേടാറുണ്ട്. ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന വാർത്തകൾ കൂടുതലാകുന്നു അതോ യഥാർത്ഥ സംഭവത്തിന്റെ പകുതി മാത്രമേ പുറത്തു വരുന്നുള്ളൂ? റിപ്പോർട്ട് ചെയ്യുന്നത് കുറവാണെന്നാണ് തോന്നുന്നത്. ഇപ്പൊ കുറച്ച് നാൾ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നത്? റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നത് പലർക്കും പേടിയാണ്. സമൂഹം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇരകളോട് കാണിക്കുന്ന സാമൂഹ്യ മനോഭാവത്തെ പേടിച്ചിട്ടാണ് പലരും അതിനകത്ത്. മാത്രമല്ല നമ്മളിപ്പോ ചില വാക്കുകൾ തന്നെ ഉപയോഗിക്കാൻ പറ്റാതെ ഇര, യഥാർത്ഥത്തിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഒരു അപമാനത്തോടായി വാക്കിനെ കേൾക്കുന്നത് ഇര. സമൂഹത്തിന്റെ മനോഭാവം തന്നെ മാറി വന്നാൽ തന്നെ
നമ്മുടെ കുറേയേറെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു പെൺകുട്ടി പീഡിപ്പിച്ചു എന്നുള്ള സംഭവം ടെലിവിഷനിലോ ഏതെങ്കിലും മാധ്യമത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ഈ പീഡനത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ആരുടെയെങ്കിലും പടങ്ങൾ ചേർത്ത് ഒരു കഥ വന്നാൽ അതിലേക്ക് വരുന്ന ലൈക്കും ഡിസ്ലൈക്കും ചില്ലറ. അത് കാണാൻ കൂടുതൽ താല്പര്യമാണ്, ഷെയർ ചെയ്യുന്നു. അത് കൂടുതൽ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് അതിനകത്ത്. വെൽക്കം ബാക്ക് ടു ശ്രീകണ്ഠൻ നായർ ഷോ പവർഡ് ബൈ കൈരളി TMT. ഈ ചർച്ച തുടരുന്നു. ഇവിടെ ഈ പാവപ്പെട്ടവരുടെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടേക്കാണ് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ പീഡനം അനുഭവിക്കുന്ന സംഭവം ആൾക്കാർ വാർത്തകൾ തന്നെ ആവുന്നില്ല. ഇപ്പൊ ജനസഭയിൽ വരുന്ന ഓരോ കുട്ടികളും കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടിപ്പോവുകയാണ്. അപ്പൊ അതിൻ്റെയൊക്കെ പ്രധാന കാരണം ഇതിന്റെ ഒന്നാമത് ഇത് രണ്ടാനച്ഛന്മാരുള്ളവരാണ്. അത് ഈ അമ്മമാർക്ക് ജീവിക്കാൻ വീട്ടിൽ ബുദ്ധിമുട്ടായ കാരണം ഇങ്ങനെ നടക്കുന്നു. ആരെങ്കിലും സ്നേഹം കിട്ടുന്നിടത്ത് അവർ പോകുന്നു. ചിലപ്പോൾ അവർക്ക് 2 മക്കളുണ്ടാവും, വേറെ ആളുടെ കൂടെ പോയി. അപ്പോൾ ആ രണ്ടാനച്ഛൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ കൊച്ചു വലുതാകുമ്പോൾ നമുക്ക് ശരിയാക്കാം എന്ന് മനസ്സിൽ കണ്ടിട്ട് അങ്ങനെയുള്ള തീർത്തും എന്താ പറയുക, ഈ ഇങ്ങനെയുള്ള രണ്ടാനച്ഛന്മാർ കൂടുതൽ മദ്യപന്മാരാണോ? മദ്യപന്മാരാണ് കൂടുതൽ, സംശയമില്ല. ഇവരൊക്കെ കിട്ടുന്ന അങ്ങനത്തെ ആൾക്കാരെ കിട്ടുള്ളൂ. ഇവിടെ ഇന്നത്തെ കണ്ടീഷനിൽ പറയുന്നത് ഇപ്പോൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സാമൂഹ്യക്ഷേമ വകുപ്പ് അത് ശരിക്കും പറഞ്ഞാൽ ആക്റ്റീവ് അല്ല. ആക്റ്റീവ് ആവണമെങ്കിൽ പഞ്ചായത്തുകളിലേക്ക് അധികാരം കൈമാറണം. ഓരോ പഞ്ചായത്തിൽ വരുന്ന പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കാൻ സാധിച്ചാൽ, അപ്പൊ അതിന് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഇതിന്റെ അധികാരങ്ങൾ പഞ്ചായത്തിൽ കൈമാറുക. അല്ല, തലസ്ഥാന നഗരിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊന്നും അധികാരം പഞ്ചായത്തിലേക്ക് ഇറക്കാൻ താല്പര്യമില്ല. അപ്പൊ നമുക്ക് ട്രാൻസ്ഫർ വരുമെന്ന് അവരുടെ പേടി. അപ്പൊ നമ്മുടെ ഫ്ലവേഴ്സ് ചാനലില് ശ്രീകണ്ഠൻ സാർ ഇതിന് പ്രത്യേകം ഒന്ന് ഇൻട്രസ്റ്റ് ചെയ്യണം. ഞാൻ പറയുന്നത് നിങ്ങൾ മുഖ്യമന്ത്രി വിചാരിച്ചിട്ട് പറ്റാത്ത കാര്യം അങ്ങനെ അതിൽ വലുതാണ് നമുക്ക് പറ്റുള്ളൂ. ഓരോ പഞ്ചായത്തിലും ഓരോ അമ്മ വീടുകൾ. ഇപ്പൊ അവിടെയുള്ള ഒരു പഞ്ചായത്തിൽ ഇപ്പൊ എവിടെയെങ്കിലും ഒരു 10-30 അല്ലെങ്കിൽ 10-50 പേർക്ക്. അല്ല, എന്താണെന്നറിയോ, അങ്ങേ പോലെ ഈ വാർത്തകൾ കേൾക്കും മനസ്സിലുണ്ടാക്കുന്ന ഒരാള് ഞാനും. എനിക്ക് അങ്ങനെയൊക്കെ വിഷമമുണ്ട്. ഈ പൾസർ സുനി എന്ന് പറയുന്ന ആ മാതൃകാ പുരുഷനുണ്ടല്ലോ, അപ്പൊ ആ മനുഷ്യന്റെ ആ രാത്രിയിലെ യാത്ര അവൻ 9 ട്രാഫിക് സിഗ്നൽ കടന്നു. ഈ 9 ട്രാഫിക് സിഗ്നൽ കടന്നിട്ട് ഒരു പോലീസ് സംവിധാനത്തിന്റെ സ്കാനറിൽ ഇവൻ വന്നില്ല എന്ന് പറയുന്നിടത്ത് നമ്മുടെ സംവിധാനം നിലനിൽക്കുന്ന എന്താ അർത്ഥം? അതെ. അപ്പൊ എനിക്ക് ഇതിനകത്ത് ഒരു തീരുമാനം പറയാനുള്ളത്, പഞ്ചായത്തുകൾക്ക് അധികാരം കൈമാറുമെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. എളുപ്പം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഓർഫനേജ് കൺട്രോൾ ബോർഡ് അധികാരങ്ങൾ മാറ്റിയിട്ട് അവർക്ക് കൊടുക്കുക. അങ്ങനെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ തലസ്ഥാന നഗരിയിലിരിക്കുന്ന 5 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്, ഈ സെക്രട്ടറിയിലെ ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും നമ്മുടെ നാട്ടിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പാക്കാൻ താല്പര്യമുള്ളവർ. അത് പാർട്ടിയൊന്നുമില്ല അതിനകത്ത്. കാരണം ഈ സെക്രട്ടറിന്റെ അവിടെ തന്നെ ചുറ്റി കൂടി ഇരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന പരിപാടിയാണ്. ഇവിടെ ഒരു രാഷ്ട്രീയ തീരുമാനം മതി. സംസ്ഥാനത്തൊരു മന്ത്രിസഭ ഉണ്ടല്ലോ, ഈ മന്ത്രിസഭ തീരുമാനിച്ചാൽ മതി. ഇത് വികേന്ദ്രീകരിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ വിക്ടിംസ് നോക്കാം. ഇപ്പൊ പഞ്ചായത്തിനെ പറ്റും മേഡം ഇതിനകത്ത്. കാരണം എന്താ അറിയാമോ, തിരുവനന്തപുരം തിരുന്ന ഒരാൾക്ക് ഇതൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. പഞ്ചായത്തിലും രാഷ്ട്രീയം തന്നെയാണല്ലോ. പഞ്ചായത്ത് ഇത് തന്നെയുണ്ട്. വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയും. പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുക്കുക. വാർഡ് തല ജാഗ്രതാ സമിതി ഉണ്ട് നമ്മുടെ നാട്ടിൽ. ആ വാർഡ് തല ജാഗ്രതാ സമിതിയിൽ ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമേ ഉള്ളൂ. അവിടെ പരിഹരിക്കാൻ കഴിയും. മാത്രമല്ല ഒരു കാര്യം സത്യം, കഞ്ചാവ് അടിച്ച് കിറുകി നിൽക്കുന്നതിന് നല്ല അടി കിട്ടിയാ സർ, കഞ്ചാവ് തന്നെയാണ് നമ്മുടെ നാട്ടിലെ മിക്കവാറും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. കഞ്ചാവ് തന്നെയാണ്. ഇപ്പൊ ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ്. പാലക്കാട് ചുരത്തിലൂടെ ഏകദേശം ഒരു ദിവസം 5 കോടി രൂപയുടെ കഞ്ചാവാണ് ആ ചുരത്തിലൂടെ വരുന്നത്. നമുക്ക് തടയാൻ കഴിയില്ല. ജീവിക്കണം. ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങളുടെ ജീവനിൽ ഞങ്ങൾക്ക് പേടിയുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ തടയാൻ കഴിയില്ല. തടയാൻ അധികാരപ്പെട്ട അങ്ങനെ എത്രയുണ്ട് സർ? ഞാനിപ്പോൾ ധനസഭ ശിശുഭവനിൽ നിരവധി കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു വരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇവരുടെ രക്ഷിതാക്കൾ ആരെങ്കിലും വന്നു വരും. ഈ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് നാടോടികളോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ആയിരിക്കും. അതൊരു സ്ത്രീ വന്നിട്ട് പറയാണ്, എൻ്റെ കൊച്ചിനെ എനിക്ക് വേണമെന്ന് പറയാണ്. അപ്പം നന്നായിട്ട് പഠിക്കുന്ന 5, 6, 7 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ, പെൺകുട്ടികളെ നമ്മുടെ ഇവിടുത്തെ ശിശു ക്ഷേമ സമിതി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കാർ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ കുട്ടികളെ പറഞ്ഞു വിടുന്നു. അങ്ങനെ പറഞ്ഞു വിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, സംരക്ഷണം ഉണ്ടോ? അങ്ങനെ വിടാൻ അവർക്ക് അധികാരമുണ്ട്. അവർക്ക് ജുഡീഷ്യൽ പവർ ഉണ്ട്. അത്രേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നല്ലാതെ ഒന്നും പ്രോപ്പറായിട്ടല്ല ഫംഗ്ഷൻ ചെയ്യുന്നത്. ഞങ്ങളൊക്കെ ഇതിനകത്ത് പുറത്തു നിന്ന് ഒരുപാട് കാര്യത്തിന് ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാം ഉണ്ടാക്കി വെക്കുമ്പോൾ ഉള്ള ഒരിതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഒന്നും ഫംഗ്ഷനിങ് പ്രോപ്പറല്ല. നിസ്സാരം നമ്മുടെ സ്കൂളുകളിൽ ഒരു പരാതിപ്പെട്ടി വെച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ കുട്ടികളുടെ ആവശ്യത്തിനായിട്ട് ആ പരാതിപ്പെട്ടിയിൽ വീഴുന്നത് ആ സ്കൂളിലെ ഏറ്റവും നല്ല അധ്യാപകന്റെ പേരിലായിരിക്കും. അതും പീഡിപ്പിച്ചു എന്നായിരിക്കും. പണ്ടൊക്കെ ഒരു അധ്യാപകനോട് കാണുന്ന ഒരു ഗുരുതുല്യമായ സ്നേഹമുണ്ടല്ലോ, അത് പെൺകുട്ടികൾക്ക് പോയിട്ട് ഈ ഇങ്ങനെ നിരപരാധികളായ അധ്യാപകരെ കുരിശിലേറ്റിയ വിദ്യാർത്ഥിനികളുണ്ട് കേരളത്തിൽ. പിന്നെ ശരിക്കും സത്യസന്ധമായ ഒരു പരാതി കിട്ടിയാൽ അത് കൊണ്ട് കൊടുക്കാനായിട്ട് ഇപ്പം ഈ ഓരോ ബോഡീസ് ഉണ്ടല്ലോ, അതൊന്നും പ്രോപ്പറായിട്ടല്ല ഫംഗ്ഷൻ ചെയ്യുന്നത്.
നമ്മൾ ചെന്ന് മുന്നിൽ പറഞ്ഞാലും ഒന്നും അതിന് വേണ്ടുന്ന ഒരു പ്രതിവിധിയും കിട്ടാറില്ല, പോലീസിന്റെ ഭാഗത്തുനിന്നും കിട്ടാറില്ല. എല്ലാം കൈവിട്ട് പോകുമ്പം കുറച്ച് നാളത്തേക്ക് എല്ലാം ഒരു പ്ലാറ്റ്ഫോം പ്രഹസനം, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കേസ് തീർന്നു, അടുത്ത കേസായി. ഇതാണ് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ഇപ്പം അഴിമതി വിരുദ്ധ സ്ക്വാഡുണ്ട്, ആന്റി കറപ്ഷൻ സ്ക്വാഡുണ്ട്, എല്ലാത്തിനും ആന്റി വെച്ചിട്ട് നമുക്കൊരു ആന്റി അബ്യൂസ് സെല്ല് വേണ്ടേ എന്തായാലും? അങ്ങനെ നടത്തിയാലും അത് അല്ലെ ഞാൻ പറയുന്നത്, അതിനകത്ത് ഇപ്പം സന്ധ്യ പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേരളത്തിൽ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ, അവരെ അതിന്റെ നേതൃതലത്തിലിട്ട് അവർക്ക് ഇഷ്ടംപോലെ അധികാരങ്ങൾ കൊടുത്ത് കേരളം മുഴുവൻ മാത്രം പറ്റില്ല. പക്ഷേ പോലീസ് വേണം, നിങ്ങൾക്ക് പോലീസ് പവർ ഏറ്റെടുക്കാൻ വിചാരിച്ചാലോ ഇതൊന്നും തീരില്ല സർ. നമ്മുടെ സമൂഹം ഇതിൽ മാറ്റം വരണം, സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ മാറ്റം വരണം. റോഡിലൂടെ പോകുന്നത് എന്റെ സഹോദരിയാണ്, എന്റെ അമ്മയാണ് എന്നൊരു തോന്നൽ നമുക്ക് വന്നാൽ അന്ന് ഈ സമൂഹം നന്നാവും. അത് വരാത്തിടത്തോളം കാലം വാളയാർ ആവർത്തിക്കും, കൊട്ടിയൂർ ആവർത്തിക്കും, ഈ പറയുന്ന കുണ്ടറ ആവർത്തിക്കും, എല്ലാം ആവർത്തിക്കും. സാർ, എൻ്റെ നാട്ടില് വാളയാറില് അട്ടപ്പള്ളത്തില് 2 കുട്ടികൾ ജനുവരി 13-ാം തീയതിയാണ് മൂത്ത കുട്ടി കൊല്ലപ്പെട്ടത്. ഞാൻ ഇപ്പോഴും പറയുന്നത് കൊല്ലപ്പെട്ടതാണെന്ന് ഞാൻ പറയൂ, പോലീസ് പറയുന്നത് ആത്മഹത്യ ചെയ്താണെന്നാണ്. എന്തായിരുന്നാലും ആ കുട്ടി പഠിക്കാൻ മിടുക്കിയായിരുന്നു, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഈ വീട്ടിലെ അന്തേവാസികളായിട്ടുള്ള ആളുകൾ തന്നെ അതിന് തയ്യാറായി എന്നാണ്. അച്ഛന്റെ സുഹൃത്തായി 8 കൊല്ലമായി ആ വീട്ടിൽ താമസിക്കുന്ന ഒരു ഷിബു എന്ന് പറയുന്ന ഒരുത്തൻ, അവനാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ അമ്മയുടെ ചേച്ചിയുടെ മകൻ ഈ പെൺകുട്ടിയുടെ ജ്യേഷ്ഠനായിട്ട് വരും, സ്വന്തം ജ്യേഷ്ഠനായിട്ട് വരേണ്ട ആൾ പീഡിപ്പിക്കുന്നു. ഈ സ്ത്രീയുടെ, ഈ അമ്മയുടെ ചെറിയച്ഛന്റെ മകൻ പീഡിപ്പിക്കുന്നു. ഇവിടെ കഞ്ചാവ്, മദ്യം, ഇതെല്ലാമാണ് സർ, ഇതെല്ലാമാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് മാറ്റാൻ കഴിയുമോ നമ്മുടെ സമൂഹത്തിൽ നിന്ന്? കഞ്ചാവ് മാറ്റാൻ കഴിയുമോ? മദ്യം മാറ്റാൻ കഴിയുമോ? ഇപ്പോ നമ്മുടെ സർക്കാർ ചെയ്യുന്നത് നാട്ടിലെമ്പാടും ഈ ബീവറേജസിന്റെ ഔട്ട്ലെറ്റുകൾ അനുവദിക്കുകയാണ്. ഇതല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. ഉള്ള ഔട്ട്ലെറ്റുകൾ കുറയ്ക്കാനുള്ള ഒരു സംവിധാനമാണ് ചെയ്യേണ്ടത്. എക്സൈസുകാരെയും പോലീസുകാരെയും ആന്റി കഞ്ചാവ് സ്ക്വാഡ്, ആന്റി ഡ്രഗ്സ് സ്ക്വാഡ് ഉണ്ടാക്കി അതിനെതിരായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കണം. സർ, കൊട്ടിയൂർ എന്താ സർക്കാരിന്റെ വരുമാനം നിന്ന കട പൂട്ടി പോകുന്ന പറയുന്നത്? ഇപ്പം നമ്മൾ തന്നെ പറഞ്ഞു, മയക്കുമരുന്നുകൾ ഈ നാട്ടിൽ നിരോധിക്കപ്പെട്ട ആണ്. എന്നിട്ട് ഇപ്പൊ നമ്മളെല്ലാവരും പറഞ്ഞത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളുമാണ് ഈ പീഡിപ്പിക്കാൻ വരുന്നവരെന്നാണ് നമ്മൾ പറയുന്നത്. കൂടുതലും അല്ല, അതിലൊരു ഭാഗം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങ് പറഞ്ഞു വന്നത് ഈ ബീവറേജസ് അനുവദിക്കപ്പെടുന്നു എന്നുള്ളതിലേക്ക് നമ്മൾ അങ്ങനെ ചുരുക്കരുത്. ഈ മയക്കുമരുന്ന് പിടിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഡ്രഗ്സ് കഞ്ചാവ് പിടിക്കുന്നുണ്ടല്ലോ, പിടിച്ചിട്ട് അത് എന്തുകൊണ്ട് അതിൻ്റെ ഉറവിടം തേടി ആരും പോകുന്നില്ല? അത് വലിയ കുഴപ്പമല്ലേ? ശരിക്കും മാധ്യമങ്ങളും ഈ നാട്ടിലെ പോലീസ് സംവിധാനവും ഭരണ നേതൃത്വവും ഈ എൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചാൽ അടുത്തത് ഞാനിത് എവിടുന്ന് വാങ്ങിച്ചു എന്ന് ചോദിക്കണ്ടേ? എനിക്ക് കൊണ്ടുവന്ന് തന്ന ആളാര്? അങ്ങനെ പോയാൽ ഈ ചങ്ങലയെ പിടിക്കാൻ കഴിയില്ലേ? ദൈവം പാട്ടത്തിനെടുത്തൊരു സംസ്ഥാനമാണിത്. ഇതേ നാട്ടിലായി കാര്യങ്ങളൊക്കെ അരങ്ങേറുന്നത്. ചർച്ച അവസാനിപ്പിക്കുന്നില്ല, ചർച്ച തുടരുന്നു. അതിനു മുമ്പ് ഒരു ഇടവേള. വിശപ്പാറാൻ വേണ്ടി ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എല്ലാവരുടെയും മുന്നിൽ കൈ നീട്ടി. എല്ലാവരും എന്നെ ആട്ടി ഓടിച്ചതല്ലാണ്ട് എനിക്ക് ആരും അഭയം തന്നില്ല. കാലും ഇല്ലാത്തവരാണോ ഉള്ളവരാണോ എന്നൊന്നും ശല്യം ചെയ്യാൻ വരുന്നവർ നോക്കില്ല. അവർക്ക് പെൺകുട്ടികളുടെ ശരീരം ലൈംഗികമായി പീഡിപ്പിക്കാൻ വരുന്ന കഞ്ചാവും മയക്കുമരുന്നും അടിമയായ കുറേ കൂട്ടം ജനങ്ങളാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. വെൽക്കം ബാക്ക് ടു ശ്രീകണ്ഠൻ നായർ ഷോ, പവർഡ് ബൈ കൈരളി TMD. ഇനി ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പറയാനുണ്ട്. പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലിത്. സത്യസന്ധരായ പോലീസ് ഓഫീസർമാർ ഇഷ്ടംപോലെ ഉണ്ട് കേരളത്തിൽ, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുണ്ടായിട്ടാണ് പലപ്പോഴും നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നത്. ഈ പോലീസ് സംവിധാനത്തിൽ ഒരു സാക്ഷിയാകാൻ പറഞ്ഞ ഒരു പൊതുജനവും പോകില്ല. ഒരു സാക്ഷിയെ കിട്ടാൻ വേണ്ടി ആളുകൾ ഈവൻ ഐഡന്റിഫിക്കേഷൻ വരേണ്ട ആളെ വിളിച്ചാൽ പോകത്തില്ല. നമുക്ക് തെറി വിളിക്കാനുള്ള ഒരു സാധനമായി പോലീസുകാർ മാറുമ്പോൾ പോലീസുകാരുടെ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ. മയക്കുമരുന്ന് പിടിക്കുമ്പോൾ ഏത് രാഷ്ട്രീയക്കാരാണ് അല്ലെങ്കിൽ ഭരണ നേതൃത്വമാണ് ഇടപെടുന്നത്? അപൂർവമായി അതായത് വലിയ വീട്ടിലെ പിള്ളേർ ഇത് ഇൻവോൾവ് ആവുമ്പോൾ വലിയ ആളുകൾ ഇടപെടും. മൂത്ത പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോ 2ാമത്തെ ദിവസം പോലീസ് ചോദ്യം ചെയ്യാൻ പിടിച്ചുകൊണ്ടുപോയ പ്രതിയെ അന്ന് ഉച്ചയ്ക്ക് മുൻപ് രാഷ്ട്രീയക്കാർ ഇടപെട്ട് തിരിച്ചു കൊണ്ടുവന്നു. അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഈ 2ാമത്തെ കുട്ടി കൊല്ലപ്പെടില്ലായിരുന്നു. 2ാമത്തെ കുട്ടിയുടെ കൊലപാതകത്തിന് കാരണം
അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയ ആ രണ്ട് രാഷ്ട്രീയ പ്രാദേശികമായിട്ട് അവരെ നിങ്ങൾക്ക് ഒറ്റപ്പെടുത്താമല്ലോ. നിങ്ങളുടെ നാട്ടിൽ നിന്നല്ലേ അവർ ഓരോ സമിതിയിലേക്ക് വരുന്നത്. തീർച്ചയായും ഒറ്റപ്പെടുത്തിയേ തീരൂ. എന്റെ നാട്ടിൽ മാത്രമല്ല, അങ്ങനെ അവര് കുറ്റക്കാരാണെങ്കിൽ എന്നും കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു. തീർച്ചയായും. എത്ര കാലമായി ശിശുഭവനിലെത്തിയിട്ട്? ഞാൻ ശിശുഭവനിലെത്തിയിട്ട് 4 വർഷത്തോളമായി. എങ്ങനെയാ അവിടെ എത്തിയത്? ഞാൻ എൻ്റെ ഭർത്താവ് നന്നായി കല്യാണം കഴിച്ചിരുന്നോ? കല്യാണം കഴിച്ചിട്ടുണ്ട്. കഴിച്ചോ? ലീഗലി ആയിട്ട് കല്യാണം കഴിച്ചതാണ്. എനിക്ക് മെഡിക്കൽ കോളേജിൽ ജോലി ഉണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്ക് കല്യാണം വന്നത്. അപ്പോൾ പുള്ളി ശരിക്കും മദ്യത്തിന് അടിമയായതായിരുന്നു. എനിക്കറിയില്ലായിരുന്നു പുള്ളി മദ്യത്തിന് അടിമയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒത്തിരിയേറെ വാതിലുകൾ മുട്ടിയിട്ടുണ്ട് ഞാൻ. പക്ഷേ എല്ലാവരും എൻ്റെ നേരെ വാതിലടച്ചിട്ടേ ഉള്ളൂ. ഞാൻ എൻ്റെ കൈക്കുഞ്ഞിനെയും കൊണ്ട് എനിക്കൊരു വിശപ്പാറാൻ വേണ്ടി ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എല്ലാവരുടെയും മുന്നിൽ കൈ നീട്ടി. എല്ലാവരും എന്നെ ആട്ടി ഓടിച്ചതല്ലാണ്ട് എനിക്ക് ആരും അഭയം തന്നില്ല. ലാസ്റ്റ് ഞാൻ ചൂണ്ടി പോലീസ് സ്റ്റേഷനിൽ ഞാൻ അഭയം തേടി. എന്നെ രക്ഷിക്കണം സാർ, എൻ്റെ ഭർത്താവ് എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു, എനിക്കൊരു രീതിയിലും ജീവിച്ചു പോകാൻ പറ്റുന്നില്ല, എൻ്റെ കുഞ്ഞിനെ എനിക്ക് സംരക്ഷിക്കണം, എനിക്ക് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് റോഡിൽ കൂടിയോ തെരുവിൽ കൂടിയോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ കൂടിയോ റെയിൽവേ സ്റ്റേഷനിൽ കൂടിയോ എനിക്ക് നടക്കാൻ വയ്യ, ഞാനൊരു വികലാംഗയായ ഒരു കുട്ടിയാണ്, എൻ്റെ കൊച്ച് 1 വയസ്സേ ആയിട്ടുള്ളൂ, അപ്പോഴും ഞാൻ ചെറുപ്പക്കാരിയാണ്, എൻ്റെ പിന്നാലെ ഇഷ്ടം പോലെ കണ്ണുകൾ, എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരുടെ കണ്ണുകൾ എൻ്റെ മേലുണ്ടായിരുന്നു. എനിക്ക് എങ്ങനെയും അവിടെ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ ചൂണ്ടി പോലീസ് സ്റ്റേഷനിലെ SI ആണ് എന്നെ സഹായിച്ചത്. ജനസേവാ ശിശുഭവൻ ആലുവയിൽ ചെന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ ഉഷയ്ക്ക് അവിടെ അഭയം തരും. പക്ഷേ എന്നെ അവിടെയുള്ള ജീവനക്കാർ 2 കൈ നീട്ടി എന്നെയും എൻ്റെ കുഞ്ഞിനെയും കൈ നീട്ടി വാങ്ങിച്ചു. ഇപ്പോൾ എൻ്റെ കുഞ്ഞിന് 3.5 വയസ്സായി. ഇന്ന് വരേക്കും എൻ്റെ ഭർത്താവ് ഞാൻ എവിടെയാണെന്ന് എന്നെ അന്വേഷിച്ചിട്ടില്ല, ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടില്ല. ഇതുവരെയും അയാൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ജോലിയും പോയി, എനിക്ക് ജീവിക്കാൻ യാതൊരു മാർഗവുമില്ല, എനിക്ക് വീടില്ല കയറിക്കിടക്കാൻ. ജനസേവയിൽ നിന്ന് ഞാൻ അവിടെ പുറത്തു പോയാൽ ഞാൻ റോഡിൽ തന്നെ കിടക്കേണ്ടി വരും. അയാൾ എങ്ങനെയാ മദ്യപിച്ചിട്ട് വന്നിട്ടായിരുന്നു ഈ മർദ്ദിക്കുന്നത്? നന്നായി നിസ്സാര കാര്യം മതി. ഒന്നുകിൽ നമ്മൾ ഭക്ഷണം എടുത്ത് വെച്ച് കൊടുത്താൽ അത് ഇത്തിരി അധികമായി പോയി, അല്ലെങ്കിൽ പ്ലേറ്റ് ഇത്തിരി നീങ്ങിപ്പോയി, അതായിരിക്കും അയാളുടെ പ്രധാന കാരണം. മദ്യം കഴിച്ച് ഇങ്ങനെ ഇരുന്നാണ് അയാൾ ഭക്ഷണം കഴിക്കുന്നത്. ചോറിലേക്ക് അയാളുടെ മുഖം പോകും, അവിടെ കിടന്ന് അയാൾ ഉറങ്ങും. എന്നെയോ എൻ്റെ കുഞ്ഞിനെയോ മറ്റാരെങ്കിലും ഉപദ്രവിച്ചാൽ പോലും അയാൾ അറിയില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും, അമ്മ കിടപ്പാണ്, അച്ഛൻ മരിച്ചു പോയി, ആങ്ങളെ കല്യാണം കഴിച്ചു, 2 കുട്ടികളുണ്ട്. എന്നെ സംരക്ഷിക്കാൻ എൻ്റെ വീട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ സ്വയമേ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയതാണ്. എനിക്ക് എൻ്റെ ചേട്ടായിക്ക് എന്നെ സംരക്ഷിക്കാൻ കഴിവില്ല. അതുകൊണ്ട് ഞാൻ തെരുവിൽ 2-3 മാസത്തോളം ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എല്ലാവരുടെയും അടുത്തൂടെ ഞാൻ നടന്നു. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് അന്തി ഉറങ്ങാൻ വേണ്ടി ഞാൻ എത്രയോ പേരുടെ മുന്നിൽ കൈ നീട്ടി. എല്ലാവരും എന്നെ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കണം. എൻ്റെ കുഞ്ഞിന് 3.5 വയസ്സായി. അടുത്ത 2 വർഷം കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ ഒരു സ്കൂളിൽ ചേർക്കാൻ എവിടെ വിടണം, എങ്ങനെ അതിന് പൈസ വരണം, എങ്ങനെ എന്ത് ചെയ്യണം, അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാം ഞാൻ ഈശ്വരനിൽ സമർപ്പിക്കുകയാണ്. എൻ്റെ കുഞ്ഞിന് ആരുമില്ല, എനിക്കും ആരുമില്ല. എൻ്റെ വീട്ടിൽ എനിക്ക് കയറി ചെല്ലാൻ പറ്റില്ല. എൻ്റെ വീട് അത്രയും ദാരിദ്ര്യപ്പെട്ട വീടാണ്. കാലും ഇല്ലാത്തവരാണോ ഉള്ളവരാണോ എന്നൊന്നും ശല്യം ചെയ്യാൻ വരുന്നവർ നോക്കില്ല. അവർക്ക് പെൺകുട്ടികളുടെ ശരീരം ലൈംഗികമായി പീഡിപ്പിക്കാൻ വരുന്ന കഞ്ചാവും മയക്കുമരുന്നും അടിമയായ കുറേ കൂട്ടം ജനങ്ങളാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. മയക്കുമരുന്നും കഞ്ചാവും അതുപോലെ മദ്യപാനവും ഉപയോഗിക്കുന്ന ആളുകൾ എങ്ങനെ സമൂഹത്തിൽ പെരുകുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ തന്നെ അത്രയും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നു. ഒരു കുട്ടിയുടെ വിവാഹം, അല്ലെങ്കിൽ ഒരു മരണാനന്തര ചടങ്ങ്, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടി, ഇതൊക്കെ കുടുംബ അന്തരീക്ഷത്തിൽ ഇങ്ങനത്തെ ചടങ്ങുകളിൽ മദ്യപാനമില്ലാതെ ഉള്ള ആഘോഷങ്ങൾ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മദ്യപാനം നമ്മളുടെ കുടുംബത്തിൽ തന്നെ ഇത് കണ്ട് വളരുന്ന കുട്ടികൾ വളരെയേറെ ചിന്തിക്കുകയും അവർ ആ ഒരു രീതി എന്തുകൊണ്ട് അച്ഛൻ്റെ സുഹൃത്തുക്കളും മറ്റുള്ളവരും ഇതിൽ പങ്കാളിയാകുന്നുണ്ടെങ്കിൽ എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഇത് ചെയ്തുകൂടാ എന്നുള്ളൊരു തോന്നൽ കുട്ടികളിലേക്ക്, പുതിയ തലമുറയിലേക്ക് വരാനുള്ള സാധ്യത കുടുംബ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് സമൂഹം മനസ്സിലാക്കി അത് കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം. മറ്റൊരു കാര്യം, ശ്രീ ജോസ് മാവേലി സർ പറഞ്ഞതുപോലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജാഗ്രതാ സമിതികൾ വളരെ ഫലവത്തായി പ്രവർത്തിപ്പിക്കണം എന്നുള്ളതാണ്.
അത് വളരെ ഫലവത്തായി പ്രവർത്തിപ്പിക്കുന്ന ജാഗ്രതാ സമിതികൾ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇത്തരം വിഷയങ്ങൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പൽ ചെയർപേഴ്സൻ്റെയോ കീഴിൽ ഇത് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ കഴിയില്ല എന്നുള്ള പൊതുസമൂഹത്തിൻ്റെ മിഥ്യാധാരണ കൊണ്ടാണ് അത്തരം കേസുകൾ പഞ്ചായത്ത് ഈ ജാഗ്രതാ സമിതിയിലോ വാർഡ് തല ജാഗ്രതാ സമിതിയിലോ ഇത് വരാതെ പോകുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, അവിടെ പഞ്ചായത്തുകൾക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു അമ്മ വീട് ആ പഞ്ചായത്തിന് വേണം. ഇവർക്ക് കയറി ചെല്ലാൻ സ്ഥലമില്ല. അതുകൊണ്ട് ജാഗ്രത സമിതി ഉറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ജാഗ്രത സമിതിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള അഭയം തേടി വരുന്ന ആളുകൾക്ക് സ്ഥലം കൊടുക്കാൻ വേണം. അതിന് പഞ്ചായത്തുകൾക്ക് പവർ കൊടുക്കണം, ഗ്രാൻഡ് അടക്കം അവരെ ഏൽപ്പിക്കണം. അപ്പോൾ പിന്നെ ഈ വിഷയം തീർന്നു. ഇപ്പോൾ ജാഗ്രത സമിതികൾ ആക്റ്റീവ് ആവും. ഇപ്പോൾ ജാഗ്രത സമിതികൾക്ക് ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. ഞാനൊരു പ്രൈമറി സ്കൂൾ അധ്യാപികയാണ്. അപ്പം ഞാൻ മാഡം പറഞ്ഞതിനെ പോലെ തന്നെ എല്ലായിടത്തും വൈജ്ഞാനിക മേഖല അളക്കാനുള്ള ഇതെല്ലാം ഉണ്ട്. പക്ഷേ വൈകാരിക മേഖല, അതായത് ഞങ്ങൾക്ക് ആനുവൽ അസസ്മെൻറ്റിന് വൈകാരിക മേഖലയും അസസ് ചെയ്യാനുണ്ട്. കുട്ടികളുടെ 10 ജീവിത നൈപുണികൾ, അതിൽ ആശയവിനിമയ ശേഷി മാത്രമാണ് എപ്പോഴും അളന്നു പോകുന്നത്. അല്ലാതെ വികാരങ്ങളുമായി പൊരുത്തപ്പെടൽ, അതുപോലെ തന്നെ സഹഭാവം, ഇതെല്ലാം അളന്നു പോകേണ്ടതാണ്. അപ്പം കുട്ടികളുടെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾക്കകത്ത് നമ്മളത് ആ കുട്ടിയെ ശരിക്കും അസസ് ചെയ്യേണ്ടതാണ്. ശരിക്കും പ്രൈമറി തലത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ ഒരു 9 വയസ്സ് വരെ കുട്ടിയുടെ ഒരു സ്വഭാവ രൂപീകരണം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അധ്യാപകർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിനോടൊപ്പം നമ്മളെ രക്ഷിതാക്കളും നിൽക്കണം. പക്ഷേ അത് സമൂഹത്തിൽ ഇപ്പോൾ ഇന്ന് കാണുന്ന, ഞാനിപ്പം എൻ്റെ സ്കൂളിൽ തന്നെ ഉള്ള കുട്ടികളെ തന്നെ സൈക്യാട്രിക് മെഡിസിൻ എടുക്കുന്ന കുട്ടികളുണ്ട് 9 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിൽ. അത് ഓർക്കണം. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും എന്ന് പറഞ്ഞാൽ കുടുംബ പശ്ചാത്തലം തന്നെയാണ് സാർ. കാര്യം അമ്മയുടെ മരണം, ആത്മഹത്യ, അതുപോലെ തന്നെ അങ്ങനെയുള്ള 3 കുട്ടികളാണ്. അപ്പം ഞാൻ ഒരു 10-12 കുട്ടികളെ വരെ കണ്ടെത്തി പിന്നെ CWCയുടെ ഹെൽപ്പോട് കൂടി തന്നെ പിന്നെ എത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുക മീൻസ് അവർക്ക് തുടർ പഠനം സാധ്യമാക്കി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് 2-3 വർഷമൊക്കെ ബ്രേക്ക് ആയിപ്പോയ കുഞ്ഞുങ്ങൾ വരെയുണ്ട്. ആ പെൺകുട്ടികൾ സ്വന്തമായിട്ട് സ്വന്തം വീട്ടിൽ സുരക്ഷിതരല്ല അവര്. എനിക്ക് തന്നെ TV കാണാൻ വയ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഈ പീഡന വാർത്തകൾ കൊണ്ട് ഞാൻ എത്രമാത്രം അസ്വസ്ഥനാകുന്നു എന്ന്. ചർച്ച അവസാനിപ്പിക്കുന്നില്ല, ഒരു ഇടവേള കഴിഞ്ഞ് വേഗം മടങ്ങി വരും. ആൺകൊച്ചുങ്ങളോ പ്രായം ചെല്ലുന്നതോറും കൂടുതൽ ധീര വീര ശൂര പരാക്രമങ്ങളായിട്ട് മാറണം, യുദ്ധവീരന്മാരായിട്ട് മാറണം. പെൺകുഞ്ഞുങ്ങൾ ഇവൻ്റെയൊക്കെ അടിയും തൊഴിയും കൊള്ളാൻ വേണ്ടി മാത്രം ആയിത്തീരണം. ഗോവിന്ദചാമി അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ വെയിറ്റ് 60 കിലോയാണ്. ഇന്ന് അവൻ്റെ വെയിറ്റ് 85 കിലോയാണ്. ടീച്ചർ വിളിച്ച് രക്ഷിതാവ് ചോദിച്ചു, എൻ്റെ മകൻ ഒരാഴ്ച മുമ്പ് അവിടെ വന്നിരുന്നു ചോദിച്ചു. വന്നില്ല എന്ന് പറഞ്ഞു. ആ കുട്ടിയെ വിളിച്ച് ടീച്ചർ അന്വേഷിച്ച് പറഞ്ഞു, എന്നെ ഒരു സംഘം ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. 10 വയസ്സ് മുതൽ 20 വയസ്സുള്ള കുട്ടികളെയാണ് ഇവർ ഈ ലൈംഗിക വൈകൃതത്തിന് ഉപയോഗിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ശ്രീകണ്ഠൻ നായർ ഷോ, പവർഡ് ബൈ കൈരളി TMD. ഈ ചർച്ച ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക്. അങ്ങേക്ക് ഇതെല്ലാം അവിടെ കേട്ടപ്പോൾ എന്തോ തോന്നി? ഞാൻ കേട്ടിട്ട് വല്ലാതെ അസ്വസ്ഥനായിട്ടിരിക്കുകയാണ്. പ്രശ്നം അവതരിപ്പിച്ചത് സത്യം. നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുധാരണ അത് മിക്കവാറും മജോറിറ്റിയുടെ ധാരണയായും പ്രയോഗമായിട്ടും വരും. സ്ത്രീയെക്കുറിച്ചുള്ള പൊതുധാരണ എന്താണ്? പെൺകുട്ടികളും ആൺകുട്ടികളും പെരുമാറേണ്ട ഇടപെടേണ്ട രീതികളെക്കുറിച്ചുള്ള നമ്മളുടെ സമൂഹത്തിൻ്റെ പൊതുധാരണ എന്താണ്? ഉദാഹരണത്തിന് കാര്യം വ്യക്തമാകാൻ വേണ്ടി 2 ഉദാഹരണങ്ങൾ പറയട്ടെ. ഒരു 4 കൊല്ലം മുമ്പാണ് ഞാൻ വിചാരിക്കുന്നു, ഒരു ഡോക്ടർ രജത്ത് കുമാർ എന്ന് പറയുന്ന ഒരു ടീനേജ് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ഒക്കെ കൗൺസിലിംഗ് കൊടുക്കേണ്ട സർക്കാർ നിയോഗിച്ച ഒരു പ്രമുഖൻ ഒരു 400ഓളം കുട്ടികളുള്ള, പ്രത്യേകിച്ച് കൂടുതൽ പെൺകുട്ടികളുള്ള ഒരു വേദിയിൽ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു പെങ്കൊച്ചു മാത്രം അതിനെ പ്രതിരോധിച്ചുകൊണ്ട് കൂവി ഉണ്ടായ സംഭവം അറിയാമല്ലോ. എന്തായിരുന്നു സ്ത്രീ പുരുഷ ഇടപെടലുകളെക്കുറിച്ച്, യുവജനങ്ങളുടെ ഇടപെടലുകളെക്കുറിച്ച്, കുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ഇടപഴകുകയും സഹകരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് ആ മനുഷ്യൻ്റെ ധാരണ നമുക്കറിയാമല്ലോ. ആ മനുഷ്യൻ ഇത്രയും അറിവും ഡോക്ടറേറ്റ് ഉള്ളവനാ. അയാളുടെ ധാരണ അതാണെങ്കിൽ നമ്മളുടെ ധാരണ എന്തായിരിക്കും? കുഞ്ഞുങ്ങൾ ആണും പെണ്ണും ഒന്നിച്ചിരിക്കാൻ പാടില്ല. നമ്മുടെ അധ്യാപകരുടെ ധാരണ എന്താ? കോളേജ് പ്രിൻസിപ്പാളന്മാരുടെ ധാരണ എന്താ? ഫറോക്ക് കോളേജിൽ ആ ദീനി എന്ന് പറഞ്ഞ ആ കുട്ടി അവിടെ ഉണ്ടായ പ്രശ്നം എന്തായിരുന്നു? അവരങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടി, ലൈബ്രറിയിൽ കണ്ടു, ക്ലാസ്സിൽ അടുത്തിരുന്നു. ഇത് നിരോധിക്കുന്ന വിലക്കുന്ന ആളുകൾ ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ 2ാം ദശകത്തിൽ ഇവിടെ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെയൊക്കെ ഇടയിലെ ചിന്ത എന്താ? നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ ഒരു പെരുമാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ആൺകൊച്ചുങ്ങളും പെൺകൊച്ചുങ്ങളും ഒന്നിച്ച് കളിക്കുക, ഒന്നിച്ച് പഠിക്കുക, ഒന്നിച്ച് യാത്ര ചെയ്യുക,
ഒന്ന് സിനിമ കാണാൻ പോവുക, ഇതുപോലെയുള്ള നിർദോഷകരമായിട്ടുള്ള അവരുടെ അടുപ്പവും സ്നേഹവും സന്തോഷവും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിങ്ങളോ ഞാനോ ആരെങ്കിലും അനുവദിക്കുമോ? ഇപ്പോഴും ഇത്തരത്തിൽ വളരെ വികലമായ രീതിയിൽ പെൺകുഞ്ഞുങ്ങളെ വളരെ അധികം സങ്കുചിതമായിട്ടുള്ള രീതിയിൽ അങ്ങേയറ്റം ദുർബലരായി പ്രായം ചെല്ലുന്നതോറും ദുർബലരായി വരണം. ആൺകൊച്ചുങ്ങളോ പ്രായം ചെല്ലുന്നതോറും കൂടുതൽ ധീര വീര ശൂര പരാക്രമികളായിട്ട് മാറണം, യുദ്ധവീരന്മാരായിട്ട് മാറണം. പെൺകുഞ്ഞുങ്ങൾ ഇവൻ്റെയൊക്കെ അടിയും തൊഴിയും കൊള്ളാൻ വേണ്ടി മാത്രം ആയിത്തീരണം. സെക്സിൻ്റെ ആനന്ദം, ആസ്വാദ്യത, നന്മ, അതുകൊണ്ട് ശരീര മനസ്സുകൾക്കുണ്ടാകുന്ന വളർച്ച, ഉയർച്ച, ഇതേക്കുറിച്ച് ചിന്തിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും സൈക്കോളജിസ്റ്റ് ഉണ്ടോ? കൗൺസിലിംഗ് കൊടുക്കുന്നവരുണ്ടോ? സെക്സ് ഒരു നന്മയാണ്, മനുഷ്യൻ്റെ ഏറ്റവും മഹോന്നതമായിട്ടുള്ള ശേഷികളിലൊന്നാണ് എന്ന് പരസ്യമായും രഹസ്യമായും കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? ഒരു ഇച്ചിരി കൗതുകത്തോടെ ഒരു കാര്യം പറയാം. നമ്മുടെ പുരാണങ്ങളിൽ നമ്മളിപ്പോൾ ഹിന്ദുമത ആചാരങ്ങളിൽ നമ്മളെല്ലാവരും വിദ്യാദേവിയായി സരസ്വതിയാണ് നമ്മൾ എല്ലാവരും ആചരിക്കുന്നതും അതിന് പൂജ ചെയ്യുന്ന ബ്രാഹ്മണനുമാണ്. അതിലൊരു മാറ്റവുമില്ല. പക്ഷേ ആ ബ്രാഹ്മണൻ സ്ത്രീകൾക്ക് വിദ്യ നിഷേധിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു എന്ന് സാർ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മളൊരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു ആണും ഒരു പെണ്ണും ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളോട് പറയുന്ന അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുന്നത് എന്താ? നീ അവിടെ പോകരുത്. ആ പെൺകുട്ടി എത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞ് അവളെ ചാട്ടി നിർത്തും. അവൻ ആൺകുട്ടിയാണ്, അവനെ എവിടെ വേണമെങ്കിലും പൊക്കോട്ടെ. അപ്പോൾ ഈ ഒരു സാഹചര്യം, അതായത് സ്ത്രീ എന്നും താഴെ പുരുഷൻ്റെ കീഴിൽ നിൽക്കേണ്ടവനാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു വന്നൊരു സമൂഹമാണ്. പെൺകുഞ്ഞിനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ ശാസിക്കുന്നു, അവളുടെ പെരുമാറ്റങ്ങൾ നമ്മൾ അമ്മമാരതിനെ വാച്ച് ചെയ്യുന്നു, അതേ രീതിയിൽ ആൺകുഞ്ഞിനെയും വാച്ച് ചെയ്താൽ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. നമ്മളാദ്യം കുഞ്ഞിലേ മുതൽ നമ്മൾ പഠിപ്പിച്ചു വന്നാൽ അവൻ വലുതാവുമ്പോൾ അവൻ്റെ ആ ഒരു ഇതുണ്ടാവും. പക്ഷെ ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തണം. അല്ലാതെ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു ചർച്ചകൾ ചെയ്തു, എല്ലാം പറഞ്ഞു. ഇന്ന് ചെറുപ്പക്കാരുടെ റോൾ മോഡൽ ആരാ? ഗോവിന്ദചാമി. അതിൻ്റെ കാരണം ഗോവിന്ദചാമി അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ വെയിറ്റ് കൃത്യമായും പോലീസ് റെക്കോർഡിലുണ്ട്, 60 കിലോയാ. ഇന്ന് അവൻ്റെ വെയിറ്റ് 85 കിലോയാ. അന്നത്തെ ഫോട്ടോ ഇന്നത്തെ ഫോട്ടോയും വെച്ച് നോക്കണം. അപ്പോൾ ഇതിൻ്റെ നല്ല സുന്ദരനാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മളുടെ നിയമമാണ് ഇവിടുത്തെ വിഷയം. നേരത്തെ മാഡം പറഞ്ഞ പോലെ ഒരു 3 കൊല്ലം 4 കൊല്ലം വരെ ഈ കേസ് ഇങ്ങനെ വലിച്ചഴിച്ചിട്ട് പോകും. മറിച്ച് ഒരു ടൈം പീരീഡ് വെച്ചുകൊണ്ട് ഈ കേസ് തീർത്തിട്ട് ഇങ്ങനെയുള്ളവനൊക്കെ ഏറ്റവും ഷൂട്ട് എക്സൈഡ് ചെയ്തതാണെന്നുള്ളതാണ് അഭിപ്രായം. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് പറഞ്ഞത് ഇവിടെ മദ്യപാനവും അതുപോലെ തന്നെ കഞ്ചാവും മറ്റു മയക്കുമരുന്നുകളുമാണ് പീഡനത്തിനെല്ലാം തുടക്കം കുറിക്കുന്നത്. ഇതൊന്നുമില്ലാതെ 10,000-ൽ പരം കുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരു സംഘം ആലപ്പുഴയിലുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഇവിടുത്തെ ഒരു സ്കൂൾ ടീച്ചർ ആ ഒരു വിഷയം ബന്ധപ്പെട്ടൊരു കുട്ടിയെ പിടിച്ചു. ഒരു ആൺകുട്ടിയാണ്. ആൺകുട്ടിയെ അദ്ദേഹം വിളിച്ച് ആ ടീച്ചറെ ചോദിച്ചു. അതായത് ടീച്ചറെ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് ഒരാഴ്ച മുമ്പ് ആ കുട്ടി എവിടുന്ന് പോയി. ടീച്ചർ വിളിച്ച് രക്ഷിതാവ് ചോദിച്ചു, എൻ്റെ മകൻ ഒരാഴ്ച മുമ്പ് അവിടെ വന്നിരുന്നു ചോദിച്ചു. വന്നില്ല എന്ന് പറഞ്ഞു. ആ കുട്ടിയെ വിളിച്ച് ടീച്ചർ അന്വേഷിച്ച് പറഞ്ഞു, എന്നെ ഒരു സംഘം ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്, അവരെന്നെ സ്ഥിരമായി വിളിക്കും, ഞാൻ ആ ചേട്ടന്മാരോടൊപ്പം പോകണം. 10 വയസ്സ് മുതൽ 20 വയസ്സുള്ള കുട്ടികളെയാണ് ഇവർ ഈ ലൈംഗിക വൈകൃതത്തിന് ഉപയോഗിക്കുന്നത്. ആ വിഷയം അപ്പോൾ തന്നെ ആ ടീച്ചർ എന്നെ വിളിച്ച് പറയുകയും ഞാൻ ഈ വിഷയം കൊച്ചിൻ റേഞ്ച് ഐജിയെ വിളിച്ചു പറഞ്ഞു. ആ വിഷയം ഒന്ന് ബന്ധപ്പെടുന്നു. ഇത് 10,000-ൽ പരം കുട്ടികൾ ഇത് റാക്കറ്റിലുണ്ടെന്നു. അതായത് ഈ കുട്ടിക്ക് ഇതിൻ്റെ ഇരയെ വേണമെന്നുണ്ടെങ്കിൽ ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ കിട്ടുമെന്നുള്ളൊരു ആപ്ലിക്കേഷൻ വരെ ഇവർ രൂപീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ആപ്ലിക്കേഷനിൽ എനിക്ക് ഇവിടെ ഏത് കുട്ടിയെ വേണം, അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ. മലയാളികൾ തന്നെയാണോ? മലയാളികൾ തന്നെ. ആലപ്പുഴ കേന്ദ്രീകരിച്ച് ആലപ്പുഴ ബീച്ച് കേന്ദ്രീകരിച്ചാണ് ഈ പരിപാടി നടക്കുന്നത്, ഈ പ്രകൃതി വിരുദ്ധ പീഡനം നടക്കുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്ത് 2 ആഴ്ചയ്ക്ക് മുമ്പ്, അതിനുശേഷം ഒരാഴ്ചയ്ക്ക് മുമ്പാണ് പുല്ലൂര് ഒരു ആൺകുട്ടി ആലപ്പുഴ SP ഒക്കെ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. ആലപ്പുഴ SP ഈ വിഷയം അന്വേഷിച്ചതാണ്. അന്വേഷിച്ചിട്ട് ആദ്യം ചെയ്തത് ആ ടീച്ചർക്ക് എന്താണ് ജോലി എന്നുള്ളതാണ്. ആ ടീച്ചറുടെ ഹസ്ബൻഡ് ആരാണെന്നാണ് ആലപ്പുഴ സ്പെഷ്യൽ ബ്രാഞ്ചുകാർ ഇതിനെപ്പറ്റി അന്വേഷിച്ചത്. ഈ 10,000-ൽ പരം കുട്ടികളാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എൻ്റെ വീട്ടിൽ നിന്നൊരു മാഗസിനില്ലേ ഉണ്ട്, ആ മാഗസിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എഴുതിയിട്ട് എന്ത് പ്രയോജനം? ഒരു വിദ്യാഭ്യാസ വാർത്താ മാഗസിനാണ് ഞാൻ റിലീസ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ കാര്യം എഴുതി. ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, അതായത് ഈ കുട്ടികൾ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ഇപ്പം ആലപ്പുഴ മാന്നാർ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഈ 10,000-ൽ പരം കുട്ടികൾ ഇതിൻ്റെ ശൃംഖലയിൽ എങ്ങനെ വന്നു? ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്നില്ല, ആണുങ്ങൾ തന്നെയാണിത്. 50 വയസ്സിനകത്തുള്ള ആൺകുട്ടികളാണ് ഈ കുട്ടികളെ കൊണ്ടുപോയി ഈ പ്രകൃതിവിരുദ്ധ പീഡനം നടത്തുന്നത്. ഇവർ കഞ്ചാവ് വല്ലതും കഴിക്കുന്നു, ഇവരിവിടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, ഒന്നുമില്ലല്ലോ. ഈ നാടിന് ഒരു അധോഗതി വരാതിരിക്കാൻ എന്തെങ്കിലും നമുക്ക് ചെയ്തേ പറ്റൂ. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. ഇതിൻ്റെ അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ സമയം. ഗുഡ് ബൈ.